ഭാഷാശാസ്ത്രവും സംസ്കൃത വ്യാകരണവും തമ്മിലുള്ള ബന്ധം. ഭാഷാശാസ്ത്രം എന്നത് ഭാഷയുടെ ഘടന, വികാസം, ഉപയോഗം എന്നിവയെ ശാസ്ത്രീയമായി പഠിക്കുന്ന ശാഖയാണ്. സംസ്കൃതം ഇന്ത്യയിലെ ഏറ്റവും പുരാതനമായ ഭാഷകളിൽ ഒന്നായി കാണുന്നു. സംസ്കൃതത്തിൻ്റെ സമ്പന്നമായ വ്യാകരണ സംവിധാനത്താൽ ഭാഷാശാസ്ത്ര പഠനത്തിനും വിലപ്പെട്ട ഘടകമായി മാറുന്നുണ്ട്. സംസ്കൃത വ്യാകരണത്തെ അടിസ്ഥാനമാക്കി ഇന്ത്യയിലെ പ്രാചീനകാല ഭാഷാശാസ്ത്ര പഠനം വികസിച്ചു. സംസ്കൃതത്തിൻ്റെ നിബദ്ധമായ വ്യാകരണ രീതികളും പദസംസ്കരണ രീതികളും ഭാഷാശാസ്ത്രത്തിൻ്റെ ഉപശാഖകളായ ധ്വനിശാസ്ത്രം, രൂപശാസ്ത്രം, ക്രിയാപദശാസ്ത്രം, വിവക്ഷാശാസ്ത്രം തുടങ്ങിയവക്ക് വഴിയൊരുക്കി. പാണിനി മഹർഷിയുടെ അഷ്ടധ്യായി എന്ന വ്യാകരണം സുതാര്യവും ശാസ്ത്രീയവുമായ ഘടനയുള്ള വ്യാകരണമാണ്. ഇതിൽ 4000-ഓളം സൂത്രങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. ഈ കൃതിയുടെ ഘടന താർക്കികവും പരിപൂർണവുമായിട്ടുള്ളതാണ്. അതിനാൽ തന്നെ ആധുനിക ഭാഷാശാസ്ത്രത്തിൻ്റെ രൂപനിർമ്മാണ ശൈലിയുമായി ഇതിൽ സമാനത കാണാം. രൂപശാസ്ത്രവും വ്യാകരണ ഘടനയും പാണിനി ഭാഷയുടെ ധാതുവിനെയും പ്രത്യയത്തിനെയും ആശ്രയിച്ച് പദസൃഷ്ടിയുടെ നിയമങ്ങൾ നിർണ്ണയിക്കുന്നു. ഇത് ഭാഷാശാസ്ത്രത്തിലെ മോർഫോളജി അല്ലെങ്കിൽ രൂപശാസ്ത്രം എന്ന വിഭാഗത്തിൻ്റെ അടിസ്ഥാന തത്വമാണ്. ധ്വനിശാസ്ത്രത്തിൻ്റെ സംഭാവന ഫോണിറ്റിക്സ്, ശബ്ദങ്ങളുടെ ഉച്ചാരണക്രമം, ലഘുദീർഘത്വം, വ്യഞ്ജന സന്ധികൾ തുടങ്ങി ധ്വനിശാസ്ത്രത്തെ പാണിനി വിശദീകരിച്ചിരിക്കുന്നു. ഇത് ഫോണിറ്റിക്സ് എന്ന ഭാഷാശാസ്ത്ര വിഭാഗത്തിൻ്റെ തുടക്കമാണെന്ന് കണക്കാക്കാം. ജനറേറ്റീവ് ഗ്രാമർ. ആധുനിക ഭാഷാശാസ്ത്രജ്ഞൻ നോം ചോംസ്കി അവതരിപ്പിച്ച ജനറേറ്റീവ് ഗ്രാമറിൻ്റെ സാദൃശ്യം പാണിനിയുടെ സൂത്രരചനയിൽ കാണാവുന്നതാണ്. പാണിനിയെ പല വിദേശ ശാസ്ത്രജ്ഞന്മാരും ലോകത്തിലെ ആദ്യ ഭാഷാശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തിൻ്റെ രചന പാശ്ചാത്യ ഭാഷാശാസ്ത്രത്തെയും സ്വാധീനിച്ചിട്ടുണ്ട്. BC 500 മുമ്പ് സംസ്കൃത വൈയാകരണനായ സ്കദായനൻ എല്ലാ നാമങ്ങളും ക്രിയയിൽ നിന്ന് ഉണ്ടാകുന്നതാണെന്നും ക്രിയാപദങ്ങളാണ് ആദ്യം ഉണ്ടായതെന്നും വിശദമാക്കി. നിരുക്തകാരനായ യാസ്കൻ അർത്ഥം വാക്യത്തിലാണെന്നും പദത്തിൻ്റെ അർത്ഥം വാക്യപ്രയോഗത്തിൽ നിന്ന് ലഭിക്കുമെന്നും വ്യക്തമാക്കി.